എങ്ങടെ പോടെ കുട്ടപ്പൻ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് എടുക്കാൻ പോണത്. അപ്പോൾ എങ്ങടാണ് പോണേന്ന് സസ്പെൻസാണ്. നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ ഒക്കെ തരാം എങ്ങടെ പോണേന്ന്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ആകെ ഒരു 20 മിനിറ്റ് ഉള്ളൂ ഇവിടെ നിന്ന് കേട്ടോ. കുട്ടൂസ് കുട്ടു, നമ്മളെങ്ങടെ പോണേ പറ. പാർക്കിക്ക്. എങ്ങടെ പോണേന്ന്? പാർക്കിക്ക്. ഓക്കെ. പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായി. ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത്തിരി നേരം എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്ന് ഒരു 3/4 മണിക്കൂർ അരമണിക്കൂർ പോകുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബോട്ട് എവിടെയാണ് പോവാ? എവിടെ ബോട്ട്? അവിടെ ഉണ്ടല്ലേ. കുട്ടൂസിനെ എന്തിട്ടാ വേണ്ട പാപ്പം? വേണ്ട, പിന്നെ തൊട്ടിനെ അപ്പൂനെ എന്തിട്ടാ വേണ്ട? മസാല അല്ല, മസാലയുടെ പുതിയ മോഡൽ സാധനം വരും. കുട്ടൂനും മസാല, അപ്പൂനും മസാല. പിന്നെന്തിട്ടാ വേണ്ട? പാപ്പം, എച്ചി പാപ്പം വേണം. രണ്ടുപേരും ചെറിയൊരു മയക്കൊക്കെ കാറിൽ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചെറിയ വാശിയുണ്ടായിരുന്നു. ഇപ്പോൾ റെഡിയായി. വെള്ളമൊക്കെ കണ്ടപ്പോൾ ഭക്ഷണം കിട്ടാൻ പോകാമെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പുറത്തിറങ്ങിയ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്, നമുക്ക് 4 ഗ്ലാസ്സിലും വെള്ളം ഒഴിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തിരി ഒഴിച്ചാൽ മതി, കാരണം ഭയങ്കര ചൂടാണ്. എന്തിട്ടത് പോളെയാണ് അവൻ ആദ്യം എടുക്കുക. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴിയാറായി. ചായ വന്നു. ഞാൻ പറഞ്ഞ ചായ വന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനുള്ള ഇതിലാണ് ഞാൻ. അപ്പോഴേക്കും ചേട്ടെടുത്തത് കുടിച്ചു. പിന്നെ ഇതേ നമ്മൾ സെൽഫിയും ഒക്കെ എടുക്കുകയാണ് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ വെള്ളം വന്നു, ചായ വന്നു, വെജിറ്റബിൾസ് വന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ കോഴ്സുകൾ വരാൻ പോണത്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഐറ്റംസൊക്കെ ദേ വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ നാനും അതുപോലെ തന്നെ ബട്ടർ പനീറും ആണ് കേട്ടോ. ഒന്ന് വെറൈറ്റി ആയി പിടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ബട്ടർ ചിക്കനാണ് പറയാറ്. ഇതിപ്പോൾ വെറൈറ്റി ആയിക്കോട്ടെ, ബട്ടർ പനീർ പറഞ്ഞതാണ്. എനിക്കിഷ്ടമാണ് പനീറിൻ്റെ എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമാണ്. ചേട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ബട്ടർ പനീർ ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. അത് ഈ നാനിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല സ്യൂട്ടായിരുന്നു, സൂപ്പറായിരുന്നു. അതുപോലെ ഞങ്ങൾ ബീഫാണ് പറഞ്ഞത്. ബീഫ് ഫ്രൈ പോലത്തെ എന്തോ സംഭവം, അതിൻ്റെ പേരെന്തോ പറഞ്ഞു, അത് ഞാൻ ഓർക്കണില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ ബട്ടർ പനീർ, അതുപോലെ നാനും. അങ്ങനെ നന്നായി നമ്മൾ കഴിച്ചിറങ്ങി അവിടെ നിന്ന്. അപ്പോൾ അതേ ചേട്ടൻ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു, വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. കൂട്ടുകറിയിലേക്ക് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കൂട്ടുകറിയാണ് അത്. നമ്മൾ പോവാണ സ്ഥലത്ത് നിന്ന് കുറേ ദൂരം അകലെയാണ് കേട്ടോ ഈ കൂട്ടുകറി. വേറെ തന്നെ ഒരു ഭാഗമാണത്, വർക്ക ഭാഗമാണ്. അൽവർക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. നമ്മൾ പോണ സ്ഥലം വേറെയാണ്. അങ്ങനത്തെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് ശാന്തമീ രാത്രിയിൽ, അതിൻ്റെ മ്യൂസിക്കിനിട്ട് തല ആട്ടണതാണ് രണ്ടുപേരും. ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് കേട്ടോ, ശാന്തമീ രാത്രിയിൽ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ഇവിടെയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ പോയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ ആ പാർക്ക് അതേതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഖുറാനിക് പാർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ പാർക്ക് ഈ പാർക്കാണ്, ഖുറാനിക് പാർക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്താലോ?
അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ആ കൗതുകമായ കാഴ്ച കണ്ടോ ആ പൂച്ച. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ പൂച്ചയ്ക്ക് പോലും ചൂട് സഹിക്കണില്ല. പൂച്ച വിചാരിച്ചു AC റൂമിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് അവിടെ AC ഇരിക്കുകയാണ് കേട്ടോ ആൾ. പൂച്ചയ്ക്ക് വരെ എന്താ ഡിമാൻഡല്ലേ. അങ്ങനെ അപ്പോൾ ഇവിടെ അത്രയും ചൂടാണ്. ഈ ടൈം ആയിട്ട് വരെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഒരു 6 മണി 6:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്തും കണ്ടോ രാത്രിയൊന്നും ആയിട്ടില്ല. അപ്പോഴും വെളിച്ചമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു പ്രത്യേകത മനസ്സിലായി. എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇതുപോലെ അല്ലായിരുന്നല്ലോ അന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്താ വ്യത്യാസം ഉണ്ടല്ലോ, എന്തൊക്കെയോ ഉണ്ടല്ലോ വ്യത്യാസം എന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. മക്കളെ, ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിങ്ങനെയൊന്നും അല്ലടാ, ഇതിന് വേറൊരു ഫേസ് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പൂക്കളും ഒക്കെ ആയിട്ട് നല്ല പല കളറ് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി. അത് കണ്ട സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ചുവപ്പും മഞ്ഞയും നല്ല നല്ല കളറുകൾ, വെള്ളയും ഒക്കെ ആയിട്ടുള്ള പൂക്കളൊക്കെ ആയിട്ടുള്ള ഇതായിരുന്നു കണ്ടോ. ഞങ്ങൾ മുമ്പ് പോയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തോക്കണം കണ്ടോ. പിന്നെ നമ്മൾ നടന്ന് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഗ്ലാസ് ഹൗസിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അടുത്ത് കണ്ട ഗ്ലാസ് ഹൗസ് കാണാൻ, പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് എൻട്രി ഫീ വരുന്നുണ്ട്. ഗ്ലാസ് ഹൗസിലേക്കുള്ള എൻട്രി ഫീ 5 ദിർഹമാണ് വരുന്നത്. കണ്ട നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ട്രീസൊക്കെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തെടുത്ത് നോക്കണത് അവർ കേട്ടോ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ഈ പ്ലാന്റ്സും ഒക്കെ അവർ റീക്രിയേറ്റ് ചെയ്ത് നോക്കണേന്ന് നമുക്ക് അത്ഭുതം തോന്നാം. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പറഞ്ഞത് എവിടേക്കാണെന്ന് വെച്ചാൽ മോസസ് ലേക്കാണ്. മോസസ് ലേക്കും ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ ബൈബിളിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പഴയ നിയമത്തിൽ. ബൈബിളിൽ പറയണത് മോശ ചെങ്കടലിനെ 2 വിഭജിച്ച് അതിൻ്റെ നടുക്കുകൂടെ അവർക്ക് പോകാനുള്ള വഴി ഒരുക്കി. അതാണ് സംഭവം. അത് തന്നെയാവും ഖുറാനിലും പറഞ്ഞു നോക്കണത്. ഖുറാനിൽ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇവിടെ ഇവരത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർ ഒക്കെയാണ്, ലേക്കൊക്കെയാണ് കേട്ടോ ഇത് കാണാൻ. പക്ഷെ നല്ല രസമായിട്ട് ഒരു സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രസമാണ് കാണാൻ. രാത്രി ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രി നൈറ്റിൻ്റെ ഒരു വിഷ്വൽ കാണുമ്പോൾ അതൊക്കെ മേലെ നല്ല വേറൊരു വൈബാണ്. പക്ഷെ ഇത് വേറൊരു രസമാണ്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം ലൈറ്റ് പോണ ആളും മുമ്പ് വന്നത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അതിലൂടെ മോശ 2 വിഭജിച്ച ആ പാതയിലൂടെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. പിടിച്ചിട്ട് ആയി നല്ല വ്യൂ. നമ്മളത് നടന്ന് വരുമ്പോൾ അതേ കണ്ട എവിടെയൊക്കെ ചെടികളാണ് ഉള്ളത്. ശരിക്കും ഇവിടെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ പൂക്കളൊക്കെ ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ ദേ ഒരു പൂച്ചനുണ്ട്. പൂച്ചേനെന്ന് വെച്ചവർക്ക് ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂച്ച മാതും കടിക്കുന്നൊക്കെയാണ് കുട്ടപ്പം പറയണത് കേട്ടോ. അപ്പൂനും ഭയങ്കര ഇഷ്ടം, അവർക്ക് തൊടാനിഷ്ടമാണ്. തൊടണ്ട അത് മാന്തും കടിക്കും എന്നൊക്കെ പറഞ്ഞപ്പം മിണ്ടാണ്ട് ഇങ്ങനെ
നിൽക്കണതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം പൂച്ചകളെന്ന് വെച്ചാൽ. ഇവർക്ക് പിന്നെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വിശാലമായി കിടക്കല്ലേ, ഇങ്ങനെ ഓടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അവനെ പോയി പിടിക്കുന്നു പറഞ്ഞപ്പോൾ ഇല്ല വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവന് ഇത്തിരി വയർപ്പിൻ്റെ അസുഖമുള്ള കാരണം കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത് പ്രാവാന്നാണ് പറയണം അവിടെ ഉള്ളത്. പ്രാവല്ല, അത് മൈനയാടാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി ഓടാണ്. അപ്പോൾ മറ്റോൻ അവൻ ഓടാൻ വേണ്ടിയിട്ട് പിന്നാലെ ഓടുന്നുണ്ട്, പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കേവാണ്. മിറാക്കിൾ കേവ് എന്നാണ് പറയണത് ഇവർ. ഗുഹ. ഇത് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത് നോക്കണം തന്നെയാണ് കേട്ടോ ഈ ഗുഹ. അപ്പോൾ മിറാക്കിൾ ഗുഹ കേവ് എന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ ഇവരുടെ ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മിറാക്കിൾസ് അതിനെ കുറിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ കയറി, പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ കയറിയില്ല. 2 പ്രാവശ്യം വന്നപ്പോൾ ഒരു പ്രാവശ്യം കയറിയതാണ്. പിന്നെ കാണാൻ മാത്രം അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്ത കാരണം, നമുക്ക് വേറെ ആവശ്യമില്ലാത്ത കാരണം നമ്മൾ കയറിയില്ല. അവിടെ സൈഡിൽ വേറെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഇരുന്നു. കുറേ നേരമായി നടക്കണു ഞങ്ങൾ. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം, പിന്നെ ചൂടും കൂടി ആയതുകൊണ്ട് ഇരുട്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂട് തള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഇരുന്നു, വയ്യാണ്ടായി. അപ്പോൾ അവിടെ നീങ്ങിയിട്ട് ഇത്തിരി ഇരുട്ട് പോലെ, അധികം ഇരുട്ടൊന്നുമല്ല എന്നാലും. അപ്പോൾ അവർ പറയണത് അവിടെ ഡിനോസർ ഉണ്ട്. ഇരുട്ടുള്ളിടത്തൊക്കെ ഡിനോസർ ഉണ്ടെന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അങ്ങനെ പറയണം, അവിടെ ഡിനോസർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാമെന്നാണ് പറയണത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത്തിരി നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഈ വന്ന വഴിയൊക്കെ തിരിച്ച് നമ്മൾ നടക്കണം. തിരിച്ച് നടന്നതിന് ശേഷം നമുക്ക് ഉണ്ണികളുടെ ഏരിയ ഉണ്ട്, ചിൽഡ്രൻ ഏരിയ ഉണ്ട്, കളിക്കാനുള്ള പ്ലേ ഏരിയ. അപ്പോൾ ആ പ്ലേ ഏരിയയിൽ പോയിട്ട് ഒന്ന് കളിക്കണം. Talk to throw a bone. For a while, sleeping like a bee. The curiosity kept the cat alive. You see. So leave me stranded on the carpet, head under the faucet. You're my alibi. It's fair enough you wanna cock it, hoping I'll forget following the night. You made a joke about the half-cut, ate a metaphor and lady made her cry. Luck's been changing and it's so apparent. Caught a cold white rabbit's foot at home. നമ്മൾ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ കാറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് എക്സിറ്റ് ശ്രദ്ധിച്ചത്. ഇവിടെ ലാസ്റ്റ് എക്സിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടു പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് എക്സിറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നടന്നു പോകാനുള്ള മടി കൊണ്ട് നമ്മൾ കാറിൽ ജസ്റ്റ് അതിലൂടെ റൗണ്ട് അടിച്ചിട്ടാണ് പോയത്.
അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിലൂടെ വണ്ടി എടുത്ത് റൗണ്ട് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് എക്സിറ്റ്. അപ്പോൾ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി മാത്രം ഇറങ്ങിയിട്ട് ഷോപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നുമല്ല, ജസ്റ്റ് കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വീക്കെൻഡൊക്കെ എവിടെ പോവും എങ്ങോട്ട് പോവും ഈ സമ്മർ ടൈമിൽ നിന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഖുറാനിക് പാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കുറേ ഏരിയ തന്നെ ഉണ്ട്, നാച്ചുറൽ ബ്യൂട്ടി ആയാലും അതുപോലെ അവിടെ നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ പ്ലേ ഏരിയയും ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ഹൗസ്, മോസസ് ലേക്കൊക്കെ കാണാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ണികളൊക്കെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.